നിങ്ങൾ പോർച്ചുഗൽ ടീമിലേക്കൊന്ന് കണ്ണോടിക്കുക. അവരുടെ മധ്യനിരയും മുന്നേറ്റനിരയും ഡിഫൻസും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എത്ര തരം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള കളിക്കാരാണ് ടീമിനൊപ്പമുള്ളത്. മധ്യനിരയിൽ വിറ്റിഞ്ഞ, ബെർണാഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, ലോകത്തിലെ ഏറ്റവും മനോഹരമായ മധ്യനിര. ഇനി ഡിഫൻസ് ഒന്ന് നോക്കൂ. ന്യൂനോ മെൻഡസ്, റൂബൻ ഡിയാസ്, ജാവോ നവാസ് എന്നീ തുടങ്ങി സൂപ്പർ പ്രതിരോധ നിര. മുന്നേറ്റത്തിൽ റാഫേലിയാവോ, ജാവോ ഫെലിക്സ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, റാമോസ്, നെറ്റോ എന്നിങ്ങനെ തുടങ്ങി തകർപ്പൻ മുന്നേറ്റ നിരയും. ഇനി ബ്രസീൽ ടീമിലേക്ക് നോക്കൂ. ലോകത്തിലെ ഏറ്റവും മികച്ച വിങ്ങർമാരായ റാഫീനിയോയും വിനിഷ്യസ് ജൂനിയറും റോഡ്രിഗോയും നെയ്മറും എല്ലാം ബ്രസീൽ ടീമിനൊപ്പമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കൊപ്പം എത്തിപ്പിടിക്കാൻ ഈ ടീമുകൾക്ക് സാധിക്കാത്തത്? അതിനുള്ള ഉത്തരം ഗെയിം പ്ലാനുകളോ സ്റ്റാറ്റിസ്റ്റിക്കുകളോ അല്ല. ലയണൽ സ്കലോണി അർജന്റീനൻ താരങ്ങളിൽ കുത്തിവെച്ചിട്ടുള്ള സ്കലോണിയൻ സിസ്റ്റത്തിലുള്ള വിന്നിംഗ് മെന്റാലിറ്റിയാണ്. രാജ്യത്തിനു വേണ്ടി മരിക്കാനും തയ്യാറാകുന്ന ഒരു കൂട്ടം സൈന്യമാണ് നിലവിൽ അർജന്റീനക്കൊപ്പമുള്ളത്. പരിശീലകനായ ലയണൽ സ്കലോണി അർജന്റീന ടീമിനെ മാറ്റിയത് ടാക്ടിക്സ് കൊണ്ട് മാത്രമല്ല, മൈതാനത്ത് രാജ്യത്തിനായി ജീവൻ വെച്ച് പോരാടുന്ന ഒരു യൂണിറ്റാക്കിയാണ് അർജന്റീനയെ മാറ്റിയത്. ഇന്ന് അർജന്റീനയുടെ കളി ഒന്ന് കണ്ടു നോക്കൂ. 90 മിനിറ്റും അവർ എതിരാളികളെ ശ്വാസം മുട്ടിക്കും. പന്ത് നഷ്ടമായ നിമിഷം തന്നെ മുഴുവൻ ടീം വേട്ടക്കിറങ്ങുന്നത് പോലെ തന്നെ പന്ത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ആരംഭിക്കും. അതിന് ഡിഫൻഡറെന്നോ മധ്യനിരക്കാരനെന്നോ മുന്നേറ്റ നിരക്കാരനോ ഒന്നുമില്ല. പന്ത് നഷ്ടമായാൽ ഉടൻ ആ സെക്കൻഡിൽ ഹൈ പ്രസ്സിംഗ് ഫുട്ബോളിലേക്ക് മാറുക. അർജന്റീൻ താരങ്ങളിൽ നിന്ന് പന്ത് നഷ്ടമായെന്ന് കരുതുക. ഒരാൾ പോയി ഡിഫൻസ് ചെയ്യുക എന്നതിന് പകരം 2-3 താരങ്ങൾ ഹൈ പ്രസ്സിങ്ങിലൂടെ പന്ത് തിരിച്ചു പിടിക്കുക. ഇതാണ് നിലവിൽ സ്കലോണിയുടെ സിസ്റ്റം. ഹൈ പ്രസ്സിംഗ്, അഗ്രസീവ് ട്രാൻസാക്ഷൻ, കമ്പാക്ട് ഡിഫെൻഡിങ്. പക്ഷേ ഇതെല്ലാം ടാക്ടിക്സ് ബോർഡിലുള്ള ആരോസ് മാത്രമല്ല. സ്കലോണിയുടെ പ്ലാനുകൾക്കെല്ലാം പുറമെ ഓരോ താരത്തിലുമുണ്ട് രാജ്യത്തിനായി മരിക്കുവോളം പോരാടണമെന്ന ആ അഗ്രഷൻ. അത് സ്കലോണിയുടെ സിസ്റ്റത്തിൽ കൂടി വളർന്നതാകാം, ചിലപ്പോൾ താരങ്ങളുടെ ഉള്ളിലുള്ളതാകാം. നിങ്ങൾ ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ടീമിനെ ഒന്ന് നോക്കൂ. പോർച്ചുഗൽ ഇപ്പോൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ക്ലബിനായി മിന്നും ഫോമിൽ കളിക്കുന്നവർ രാജ്യാന്തര ജേഴ്സിയിലെത്തുമ്പോൾ വെറും സീറോയാകുന്നത് എങ്ങനെയാണ്? എന്നാൽ അർജന്റീനയിൽ അങ്ങനെയല്ല, അത് നേരെ തിരിച്ചാണ്. ക്ലബിൽ മങ്ങിയ ഫോമിലും ബെഞ്ചിലും ഇരിക്കുന്നവരെ സ്കലോണി ഗ്രൗണ്ടിൽ ഇറക്കിയാൽ അവരുടെ 100% മികച്ച ഫോം കാണാനാകും. അതിനുള്ള ഉദാഹരണങ്ങളാണ് അർജന്റീനയിൽ ഡിമേരിയയ്ക്ക് പകരം ഇപ്പോൾ സ്കലോണിയുടെ സിസ്റ്റത്തിലെ വജ്രായുധങ്ങളിൽ ഒന്നാകാൻ പോകുന്ന തിയാഗോ അൽമേഡയും മധ്യനിരയിലെ എഞ്ചിനായ റോഡ്രിഗോ ഡിപ്പോളുമെല്ലാം. ക്ലബ്ബ് തലത്തിലെ മങ്ങിയ ഫോമും രാജ്യാന്തര ജേഴ്സി അണിയുമ്പോൾ അവരെ വേട്ടയാടുന്നില്ല. മിന്നും ഫോമാണ് നിലവിൽ ഇരുവരും അർജന്റീനക്കായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അർജന്റീനയുടെ മധ്യനിരയൊന്ന് എടുത്തു നോക്കൂ. പോർച്ചുഗലിനേക്കാൾ മികച്ച മധ്യനിര ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നോക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്കില്ല. പക്ഷേ ടീം വർക്കിൽ അർജന്റീനയുടെ മധ്യനിര കഴിഞ്ഞേ ഇന്ന് ലോകത്തെ ഏത് ടീമിൻ്റെ മധ്യനിരയുമുള്ളൂ. ഫുട്ബോളിലെ എൻജിൻ മധ്യനിരയാണെന്നത് യാഥാർത്ഥ്യമാണ്. റോഡ്രിഗോ ഡിപ്പോളിനെയും എൻസോ ഫെർണാണ്ടസിനെയും ലിയാൻഡ്രോ പെരഡസിനെയും ജിവാനി ലോ സെൽസോയെയും മാക്കലിസ്റ്ററിനെയും 2022 വേൾഡ് കപ്പിൽ നിങ്ങൾ കണ്ടതല്ലേ? പന്തെപ്പോ എവിടെ സപ്ലൈ ചെയ്യണം? എതിരാളികൾക്കുമേൽ പ്രഷർ ചുമത്തുമ്പോൾ മധ്യനിര എതിരാളികൾക്കുമേൽ ഹൈലൈൻ കളിക്കുന്നത് എത്ര മനോഹരമായാണ് അർജന്റീന നടപ്പാക്കുന്നത്. മധ്യനിര പൊട്ടിപ്പോയാലും ഡിഫൻസീവ് മിഡ് കൈകാര്യം ചെയ്യാൻ ഡിപ്പോളിനെയും ലിയാൻഡ്രോ പെരഡസിനെയും പോലുള്ള താരങ്ങളെ സ്കലോണി വിന്യസിച്ചിട്ടുണ്ടാകും. അതും മറികടന്നാൽ അർജന്റീനയുടെ മനോഹരമായ ഡിഫൻസ് ലൈൻ അവരെ കാത്തിരിക്കുന്നുണ്ടാകും. അതും തകർത്തെറിയൽ ഏറെ ബുദ്ധിമുട്ടാണ്. ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം അർജന്റീനക്കൊപ്പമാണ് സാക്ഷാൽ ലിയോ മെസ്സി എങ്ങാനും എതിരാളികൾ മാരക ടാക്ലിങ്ങിനോ മാരക ഫൗളുകൾക്കോ വിധേയമാക്കുകയാണെങ്കിൽ അർജന്റീനയുടെ ഡഗൌട്ടിൽ നിന്നുള്ള താരങ്ങൾ വരെ എതിരാളികൾക്കുമേൽ പ്രഷർ ചുമത്തിക്കൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങും. രാജാവിനെ തൊട്ടാൽ പടകൾ വെറുതെ ഇരിക്കുമോ? എത്ര മത്സരങ്ങളിൽ കണ്ട കാഴ്ചയാണിത്. താങ്കളുടെ പ്രിയപ്പെട്ട താരത്തെ മാരക ഫൗളിന് വിധേയമാക്കുകയാണെങ്കിൽ റഫറിക്കുമേൽ വരെ അർജന്റീന താരങ്ങളുടെ പ്രഷർ കാണാം. ഈ മെന്റാലിറ്റി മറ്റേതെങ്കിലും രാജ്യത്തിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇല്ല. അത് സ്കലോണിക്കും കൂട്ടർക്കും മാത്രം അവകാശപ്പെടാനുള്ളതാണ്. വർഷങ്ങൾ 4 പിന്നിടുമ്പോൾ ഇപ്പോഴും ഫേവറേറ്റ് ലിസ്റ്റിൽ അർജന്റീന മുൻപന്തിയിൽ ഉണ്ടാകാനുള്ള കാരണവും അതേ മെന്റാലിറ്റി തന്നെയാണ്, വിന്നിംഗ് മെന്റാലിറ്റി. 2026 വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന 48 ടീമുകളുടെ മാർക്കറ്റ് വാല്യൂ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും സ്പെയിനിനും പോർച്ചുഗലിനും ഇറ്റലിക്കും ബ്രസീലിനും എല്ലാം പിന്നിൽ നിലവിൽ 9ാം സ്ഥാനത്താണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ സ്ഥാനം. എന്നിട്ടും ഫേവറേറ്റ് ലിസ്റ്റിലെ ആദ്യ 3-ൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ പേര് കൂടി കാണാം. ഇത് സ്കലോണി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. 39 എത്തി നിൽക്കുന്ന ലിയോ മെസ്സിയെ നിങ്ങൾ ഇത്തവണയും സൂക്ഷിച്ചേ തീരൂ.
അയാൾ മിയാമിയിൽ ഗോളടിച്ചു കൂട്ടുന്നത് MLS-ലാണെന്ന പരിഹാസം വേണ്ട. ഈ വേൾഡ് കപ്പിലും ലിയോ ഗോൾ വല നിറക്കും. അയാളുടെ കാലിൽ ഇപ്പോഴും ആ മാജിക്കുകൾക്ക് ഒട്ടും ക്ഷാമമില്ല. 2026 വേൾഡ് കപ്പിലെത്തുമ്പോൾ അയാൾക്കിനി നേടാനൊന്നുമില്ല. പ്രഷറില്ലാതെ ഫ്രീ ആയി കളിക്കുന്ന മെസ്സിയെ കാണാം. ഇത് എതിരാളികൾക്ക് എങ്ങനെ തടയാനാകുമെന്നാണ് ഇനി നിങ്ങൾ കണക്ക് കൂട്ടേണ്ടത്. ഏതായാലും ഇത്തവണയും അർജന്റീന ലോക ചാമ്പ്യന്മാരാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകവും ആരാധകരും. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? അർജന്റീന വേൾഡ് കപ്പ് കിരീടം തൂക്കുമോ? എത്ര ദൂരം മുന്നേറും? അല്ലെങ്കിൽ പതിവഴിക്കൽ കലമുടക്കുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.